ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണിയെ അലികയിലേക്ക് കൊടുന്നുവിടാൻ കൃഷും കൂടെ വരുന്നുണ്ട്. കൺമണി ഓഫീസിലേക്ക് കയറുന്നതിന് മുന്നേ കൃഷ് പുറത്ത് നിൽക്കുന്നത് കണ്ട് ഉള്ളിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. കൃഷ് അപ്പം പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ഞാനിനി അലികയിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തതാണ്. കൺമണി എന്തായാലും പോയിക്കോളൂ, ഓഫീസ് ടൈം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വായോ എന്നങ്ങനെ കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അപ്പം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി തമാശ രൂപേണ പറയുന്നുണ്ട്, അതിന് നീ നിൻ്റെ കെട്ടിയവൻ്റെ അടുത്തേക്കല്ലേ വരുന്നത്, പിന്നെന്താ, നീ പോയിക്കോ എന്ന് പറഞ്ഞ് കൺമണി പോവാൻ നിൽക്കുന്ന നേരം അങ്ങോട്ടേക്ക് ജയമോഹൻ ആകെ ടെൻഷനോടെ വരികയാണ്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മാനസ എവിടെയാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അവളെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എവിടെ പോയി എന്നോ ഒരു വിവരവുമില്ല എന്ന് ജയമോഹൻ അങ്ങനെ ചോദിക്കുമ്പോൾ കൺമണിയും കൃഷും പറയുന്നുണ്ട്, അവളെവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല, അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതല്ലേ, ചിലപ്പോൾ അവരുടെ കൂടെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവുമെന്നങ്ങനെ കൃഷും കൺമണിയും പറയുന്നുണ്ടെങ്കിലും ജയമോഹൻ അതൊട്ടും വിശ്വാസമാവുന്നില്ല. അങ്ങനെ ജയമോഹന് അവരുടെ അടുത്ത് നിന്ന് ഒരു വിവരം കിട്ടാതെ വരുമ്പോൾ ജയമോഹൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് തന്നെ പോവുകയാണ്. കൺമണി എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, ജയമോഹൻ സാറിൻ്റെ ആദ്യത്തെ ചോദ്യം കേട്ടപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നതെന്ന് ഞാൻ തോന്നി എന്നങ്ങനെ കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അയാൾക്കെല്ലാം അറിയാം, താൻ എന്തായാലും ധൈര്യമായിട്ട് ചെയ്യേ, നാളെയല്ലേ ആ മനോഹരമായ ദിവസം, എന്തിനും തയ്യാറായിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്, തീർക്കാൻ തീരുമാനിച്ചാൽ എല്ലാത്തിനെയും നമ്മൾ തീർത്തിരിക്കും, താനിപ്പോൾ ചെല്ലുമെന്ന് കൃഷി അങ്ങനെ കൺമണിയോട് പറയാണ്. കൺമണി അങ്ങനെ അലികയിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് വരുണും മാനസികമാണെങ്കിൽ ആ കെട്ടിടത്തിനുള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മാനസിയോട് പോയി വരുൺ വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട്, അതെ വിശക്കുന്നുണ്ട്, എവിടുന്ന് ഫുഡ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എവിടുന്നും ഫുഡ് കിട്ടില്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചേ ഉള്ളൂ, ഇപ്പൊ സമാധാനമായില്ലേ, അങ്ങനെ ഇരിക്കുകയെന്ന് പറയാണ്. മാനസപ്പം പറയുന്നുണ്ട്, നാളെ കൺമണിയെ ട്രാപ്പിലാക്കാൻ ഏൽപ്പിച്ച മീഡിയാസ് വരും, ആ സമയത്ത് എന്നെയും വരുണിനെയായിരിക്കും ഇവിടെ കാണുന്നത്, എന്നെ പകരം എൻ്റെ കൂടെ വേറെ ആരെങ്കിലുമാണ് കാണുന്നതെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, എനിക്കാണ് കുഴപ്പം, വരുണിന് സുഖമാണ്, കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെയാണെന്നെങ്കിലും പറയാലോ, ഇപ്പോഴൊന്നും പ്രശ്നമില്ല, നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും നാട്ടുകാർ വെറുതെ വിടില്ല, നമ്മളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും, പിന്നെ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല, കാരണം കല്യാണം കഴിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം, മീഡിയാസിനെയും നാട്ടുകാരനെയും ഫേസ് ചെയ്യാനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വരുണാണെങ്കിൽ കിട്ടിയ തക്കം മനസ്സിലങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. കൺമണിയുടെ അത്രയൊന്നും മനസ്സ് വരില്ല, എങ്കിലും കുഴപ്പമില്ല, ഇവളെങ്കിൽ ഇവള് എനിക്ക് കിട്ടുമല്ലോ എന്ന് വരുൺ അങ്ങനെ സന്തോഷിക്കുകയാണ്. പിന്നീട് വരുണിനെ കാണാത്തതിൽ വരുണിന്റെ അച്ഛനും ആകെ ടെൻഷനിലാണ്. വരുണിന്റെ കൂട്ടുകാരോട് വരുണിന്റെ അച്ഛൻ ആ ടെൻഷൻ അങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. അവരപ്പോൾ പറയുന്നുണ്ട്, വരുണിനെ മാത്രമല്ല മാനസയും കാണാതായിരിക്കുന്നു എന്നങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചു കാണുമോ എന്നാണ് ഞങ്ങളുടെ സംശയം എന്നങ്ങനെ വരുണിന്റെ കൂട്ടുകാർ പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. രാത്രിയായി. മാനസിയാണെങ്കിൽ ആകെ തണുത്തു വിറച്ചിരിക്കുകയാണ്. ഒടുവിൽ ദാഹിച്ചും വിശന്നും വലഞ്ഞ മാനസ വരുൺ ബാത്റൂമിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന ആ വെള്ളം ഗതികെട്ട് എടുത്തു കുടിക്കുകയാണ്. മാനസിയുടെ അമ്മ ഹേമയാണെങ്കിൽ മാനസിയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് മാനസിയെങ്ങാനും വിളിച്ചിരുന്നോ, അങ്ങോട്ടേക്ക് വന്നിരുന്നോ, എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ എന്നൊക്കെ വിളിച്ചന്വേഷിക്കുകയാണ്. എന്നാൽ അവർക്കാർക്കും മാനസിയെ പറ്റി ഒരു വിവരവുമില്ല. ജയമോഹനാണെങ്കിൽ ഇപ്പോഴും ടെൻഷനോടെ ഇരിക്കുകയാണ്. ഹേമ അപ്പം പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇത്ര നേരമായി അവളെ കാണുന്നില്ല, ഇനിയിപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം, അതാണ് നല്ലതെന്ന് പറയുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട്, അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഹേമ അപ്പം പറയുന്നുണ്ട്, അതെന്താ പോലീസുകാരെ നിങ്ങൾക്ക് പേടി, പോലീസുകാരെ പേടിക്കാൻ മാത്രം അച്ഛനും മോളും എന്തെങ്കിലും കുഴപ്പം ചെയ്തു വെച്ചിട്ടുണ്ടോ, ഇപ്പോഴത്തെ കാലം ഒരു കെട്ട കാലമാണ്, കൊഞ്ചിച്ചും ലാളിച്ചും അവസാനം കണ്ണീരൊഴുക്കേണ്ട അവസ്ഥ വരരുത് എന്നങ്ങനെ ഹേമ പറയുമ്പോൾ ജയമോഹൻ ഹേമയോട് ദേഷ്യപ്പെടുകയാണ്. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, എൻ്റെ മോളെ രക്ഷിക്കാൻ അവൾക്ക് സ്വയം അറിയാം, നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട എന്നങ്ങനെ പറയാണ്. പിന്നീട് വരുണും മാനസയും അങ്ങനെ സംസാരിക്കുകയാണ്. മാനസയാണെങ്കിൽ തണുത്ത് വിറച്ച് അങ്ങനെ പറയുന്നുണ്ട്, എന്തൊരു തണുപ്പാണ് ഇവിടെ, എനിക്ക് പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നങ്ങനെ പറയാണ്. വരുണപ്പ പറയുന്നുണ്ട്, ഇവിടെ അത്യാവശ്യം കോടയുള്ള സ്ഥലമാണ്, അതായിരിക്കുമെന്നങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കൺമണി രാത്രിയിൽ കൃഷിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ, എല്ലാം നമുക്ക് അനുകൂലമായി തന്നെ നടക്കുമല്ലോ, നമ്മൾ ഇതിലും തോറ്റുപോകുമോ എന്ന് കൺമണി അങ്ങനെ ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്,
നാളെ നമ്മുടെ ദിവസമാണ്, നമ്മൾ എന്തായാലും ഇതിൽ ജയിച്ചിരിക്കും. മാനസ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മീഡിയാസ് വരുമെന്ന്. അവൾക്ക് പോലും അതിൽ ഒരാളെയും പരിചയമില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പം എന്തായാലും അവർ പെട്ടുപോകും. ഇനിയിപ്പോൾ ജയമോഹൻ പ്രതികാരത്തിന് ഇറങ്ങിയാലും നമ്മൾ അതെല്ലാം നേരിടും. നമുക്കിനി എന്താണ് നോക്കാനുള്ളത്? എനിക്കിനി ഒരു പേടിയുമില്ല, ഞാൻ തിരിച്ചടിക്കും എന്നെല്ലാം കൃഷ് അങ്ങനെ കൺമണിയോട് പറയുകയാണ്. പിന്നീട് മാനസ വരുണിനോട് പറയുന്നുണ്ട്, ഇതിനകത്തെങ്ങാനും ഞാൻ പനിച്ച് വിറച്ചാൽ ഞാൻ ചത്തുപോകുമെന്നങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, അത് സ്വാഭാവികമല്ലേ, തൻ്റെ തണുപ്പ് മാറാൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, തൻ്റെ കാലും കൈയും ഞാൻ തിരുമ്മിത്തരാം. അപ്പോൾ പനി പതിയെ പതിയെ മാറിക്കോളും. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നായികയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നായകൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നങ്ങനെ വരുൺ റൊമാൻറ്റിക്കായി പറയുന്നതും ഇത് കേട്ട് മാനസയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ തന്നെ മാനസ തൻ്റെ ചെരുപ്പെടുത്ത് വരുണിനെ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ട്. വരുൺ എന്നിട്ട് മാനസയോട് പറയുന്നുണ്ട്, ഇപ്പം തൻ്റെ തണുപ്പൊക്കെ മാറിയില്ലേ, തണുപ്പ് മാറി, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചെയ്തതെല്ലാം എന്നങ്ങനെ വരുൺ പറയാണ്. അങ്ങനെ മാനസയും വരുണും അപ്പുറത്തുപ്പുറത്തായി അങ്ങനെ കിടക്കുന്നുണ്ട്. വീണ്ടും കൃഷ് അങ്ങനെ കൺമണിയോട് മാനസയുടെയും വരുണിൻ്റെയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ എങ്ങനെയെങ്കിലും മാനസ പൈസ കൊടുത്ത് കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. അത് എന്തായാലും നടക്കാൻ പാടില്ല. അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം. വരുൺ മാനസയുടെ കഴുത്തിൽ താലി കെട്ടണം. നമ്മളെല്ലാം മാറി നിന്നിങ്ങനെ കണ്ടാൽ മതി, ബാക്കിയെല്ലാം മീഡിയാസും നാട്ടുകാരും ചെയ്തോളുമെന്നൊക്കെ കൃഷ് അങ്ങനെ കൺമണിയോട് പറയാണ്. പിറ്റേ ദിവസം രാവിലെ മാനസ ഏൽപ്പിച്ച പോലെ തന്നെ മീഡിയാസും നാട്ടുകാരെല്ലാം ആ കെട്ടിടത്തിന് പുറത്ത് വരികയാണ്. പുറത്ത് ആള് വന്നിട്ടുണ്ട് എന്നറിയുന്നതും വരുൺ പോയി മാനസയോട് പറയുന്നുണ്ട്, മാനസ നമ്മൾ പിടിക്കപ്പെടുകയാണ്, പുറത്ത് മാനസ ഏൽപ്പിച്ച ആളുകളെല്ലാം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുവെന്ന് വരുൺ അങ്ങനെ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, വരുൺ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിനുള്ളിലുണ്ടെന്ന് അവരോട് പറയരുത് എന്നങ്ങനെ മാനസ പറയുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.